എനിക്കിട്ട് പണിയാൻ വേണ്ടി നിൽക്കുന്നതാണേ. അമ്മ എന്നോട് പറയുന്നു ആ വിറകെടുത്തോണ്ട് വരാൻ പറയുന്നു. ഇന്നത്തെ പണിയാണ് കേട്ടോ കൂട്ടുകാരെ. അമ്മ എന്നിട്ട് ആ വിറകും തടി എടുക്കാനൊന്ന് നോക്കി, പക്ഷെ നടന്നില്ല. അമ്മ എന്നെ തന്നെ പറഞ്ഞു വിടുവാണേ. വിറകെടുത്തോ വഴി കിടന്ന കൊള്ളിയല്ലേ. മറിച്ചോണ്ട് വാടിയേ, വെടിക്കുകയല്ല, മറിച്ചോണ്ട് വാ. അല്ലെങ്കിൽ മറിച്ച് വെക്കണേ. ആ ആ നാക്കല്ലാർന്നെങ്കിൽ ആശിനെ അവിടുന്ന് ഉരുട്ടി ഇങ്ങോട്ട് കിട്ടും. മുറുക്കെ പിടിച്ചണം. ഇനി കാലെല്ലാം കിട്ടേച്ച് ഞാൻ അമ്മ പറഞ്ഞു കല്ല് തട്ടല്ലേ എന്റെ പൊന്നെ. കല്ല് മതി. എടി മറിച്ച് കൊണ്ടുവരാടി. പാക്കത്തി വേണോ കൊറേ വെട്ടിക്കളയാൻ അകത്ത്. ഞാനോർത്ത ചെതുക്കാണീ കൊറേ കോന്തി. ഞാനോർത്ത വെട്ടി കളഞ്ഞേച്ച് കുറെ കൊണ്ടുവരുവാണെങ്കിൽ വെയിറ്റ് കുറയൂലോ എന്നോർത്താ. അങ്ങനെയും കോന്തി കളഞ്ഞ കുറെ കാര്യം കുറയും. എന്നാ അവിടെ ഇരിക്കട്ടെ. പിള്ളേരെ മേത്തോട്ട് പറഞ്ഞു കേടാതിരുന്നാ രാവിലെ ഒരു പണിക്ക് പോയത് കൈ നശിപ്പിച്ചു. എന്റെ പൊന്നെ, ഒരു കുഞ്ഞു വിറകും കഷ്ണം മറിക്കാൻ പോയി. എനിക്കൊരു കാലം കൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ടല്ല എനിക്കെന്നെ നടുമേലാഞ്ഞ തടി. ഞാനത് മറ്റോണ്ട് വരും. നടുവേദന എങ്ങാനും ആണ് പറഞ്ഞു. അവിടെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റിട്ട് വരാനാണ് പാട്. മോനൊന്നും കളഞ്ഞേക്കല്ലേ, മതം എന്നെ നീ കല്ല ചാരി വെക്കാനാ. ചീത്ത ചാരി വെക്കാനാ. എല്ലാ സാധനം തന്നിട്ടില്ല. ഇവിടെ ഇട്ടൊന്ന് കുത്തി നോക്കിയത്. ഞാൻ ഇവിടെ ഇങ്ങോട്ട് നീക്കും. ആ സൈഡിൽ ഇട്ട് കൊത്തിയാൽ മതി. ഇവിടെ ഇട്ട് കൊത്തിയാലേ ആ സൈഡിൽ ഇട്ട് കൊട്ടാം. നോക്കാം. മാറി നോണേ. ഓ കാതലാ മോനെ, കാതലാ മോനെ, കൊച്ചി നോക്ക്. ശ്രമിച്ച് നോക്കണം. എവിടെ ഇത് ഇവിടെ
മാറിക്ക് ആയില്ല എന്താ തുണിക്കത്തോളം ഈ കുത്തോട്ടാ സൈഡിൽ തന്നെ കുത്തി സൈഡിൽ കുത്തടി കുട്ടികൾക്കൊക്കെ ആയില്ലപ്പാ ആയില്ലപ്പാ ആനി ആനി ആയില്ലപ്പാ പോട്ടെ ഉയ്യോ ആനിയ 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 കൊത്തി കീറിയ വിജി വരുമ്പോ പെണ്ണുങ്ങൾ ഇത്ര വെള്ളം കയറി വേണ്ട 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 കോടാലി അങ്ങോട്ടാ കോടാലി അങ്ങോട്ടാ പറഞ്ഞു പോരണം കോടാലിയിലെ കോലം ഉണ്ടാവും ആ വിജു നീ അത്രയും കൊത്തിക്ക് കീഴും ഞാൻ ഇങ്ങനെയൊക്കെ കയറുമോ അങ്ങനത്തെ കൂടത്തെ പറ്റിയ നല്ലതാ അയ്യോ എല്ലാരും കണ്ടോളി വീട്ടുകാരി കയറിയതാണ് എത്ര പറഞ്ഞു എന്താ കൊണ്ട് പറഞ്ഞു എന്നെ കളിയാക്കുന്നു ഗൈസ് ഞാൻ അമ്മ എന്നെ കളിയാക്കുന്നു സൈഡിൽ സന്ധി അതൊക്കെ നടത്തി കൊടുത്തിട്ട് കഴിയും കണ്ടിട്ട് കീർന്നാലും എന്നിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ ഞാൻ ഇടാൻ പറ്റില്ല അയ്യോ അരി ഇങ്ങനെ ചമതി ആവുന്നേ ഇരുപത് ദിവസത്തെ പറഞ്ഞു വീട്ടുകാരെ കണ്ടോ വീട്ടുകാരെ കോടാലി
അതേന്നെ കൊടാലി കൊള്ളില്ലെന്ന്. മറ്റേ വീടിന്റെ കൊടാലി ആയിരുന്നെങ്കിൽ എങ്ങനെയും പോകായിരുന്നേ. ഇതിനെക്കൊണ്ട് തിരിച്ചാ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. വല്ല റബ്ബർ വിറകോ വല്ല പൊട്ടാമയൊക്കെ ആണെങ്കിൽ പിന്നെ വേണ്ടില്ല. വെള്ളം കുടിച്ചു. ഇത്രയും കൊത്തിയിട്ട് ഒരു ശകലം വിറക് പോലും കീറാത്ത എന്നത്തിന് കൊള്ളാം. ചായ തിളപ്പിക്കാനൊക്കെ കിട്ടി. ഇത്രയും കിട്ടിയില്ലേ? ഈ കോടാലി നിങ്ങളൊന്ന് നോക്കണം. ഇതിന്റെ ചുണ്ട് ഇവിടെ കൊണ്ട് ഉരുണ്ടിരിക്കുന്നു, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതാ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൊത്തുമ്പോഴത്തേനും തെറിച്ച് റബ്ബർ തെറിക്കുന്ന പോലെ തെറിക്കും. പിന്നെ നമുക്കിത് ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് നമ്മളെ ശീലം ആയുധം വെച്ച് കീഴടങ്ങി. വിറക് കിട്ടിയതല്ല, നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. ഞാൻ കീറി വേസ്റ്റ്, ഞാനത് വിറക് വെട്ടി കീറി. ഓ അടുത്ത് കണ്ണോ, ഞാൻ എന്തോ കൊത്തി കീറി ആ കഷ്ണം അത്രയൊക്കെ വെച്ചു. കാണണ്ടേ, തോക്കാൻ ഞനക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിറക് അത്രയാക്കി. ഞാൻ ഇത്രയും കൊത്തി കീറി വെച്ചു. കൈ കോമളിച്ചതുണ്ട. ഇത് 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 മൂന്നെണ്ണം കോമളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദന. ഇത് കോമളിച്ച്, ഈ കയ്യിലും കോമളിച്ച്, ഇത് ഇവിടെയും കോമളിച്ച്, ഇവിടെയും കോമളിച്ച്. അതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ കോടാലി പിടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയായിരിക്കും. അത് നമ്മൾ എന്നും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യെല്ലാം അത് തഴമ്പായിട്ട് കിടക്കും. നമ്മൾ വല്ലപ്പോഴും ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യെല്ലാം അങ്ങനെ കോമള ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ചേട്ടനാണ് ചെയ്തു തരാറ്. ഞാനങ്ങനെ ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇന്നൊരു വാശിക്ക് ചെയ്തതാ, തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ വാശിക്ക് ചെയ്തതാ.